തീപ്പൊള്ളിലേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. ഉമയനല്ലൂർ മാടച്ചിറ സ്വദേശി റിയാസ് ആണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തന്നെ കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് ഉണ്ടായതെന്ന് റിയാസ് നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇയാൾ കൊല്ലത്ത് നിന്ന് വന്ന ഓട്ടോറിക്ഷയും തീപിടിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. റിയാസിനെ പൊള്ളലേറ്റ നിലയിൽ ഇവിടെ കണ്ടെത്തുകയായിരുന്നു. ഇയാൾ കൊല്ലത്ത് നിന്നും ഓട്ടം വിളിച്ചുകൊണ്ടുവന്ന ഓട്ടോറിക്ഷ പിന്നീട് തീപിടിച്ച നിലയിൽ കണ്ടെത്തി. പൊള്ളലേറ്റ റിയാസിനെ ആദ്യം ജില്ലാ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. മത്സ്യക്കച്ചവടം സംബന്ധിച്ച് മാടച്ചിറ സ്വദേശികളുമായി ഇയാൾക്ക് പണമിടപാടുകൾ ഉണ്ടായിരുന്നതായും സ്ഥലത്തില്ലാതിരുന്ന റിയാസ് കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയതെന്നും നാട്ടുകാർ പോലീസിന് വിവരം നൽകിയിരുന്നു. തീപിടുത്തത്തിന് കാരണം കൊലപാതക ശ്രമമാണെന്ന് ചികിത്സയിലിരിക്കെ ഇയാൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്ന് സുഹൃത്തുക്കളായ ഷെഫീഖ്, സുഹൈൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. യുവാവിന് തീപ്പൊള്ളലേൽക്കുന്ന CCTV ദൃശ്യം പുറത്തുവരികയും ചെയ്തിരുന്നു. തീ കൊളുത്തിയ സമയം രണ്ടുപേർ ഓടിമാറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. രണ്ടുപേർ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് ചികിത്സയിൽ കഴിയവേ റിയാസ് മൊഴി നൽകിയത്. സുഹൃത്തുക്കളായ ഷെഫീഖ്, സുഹൈൽ എന്നിവർക്കെതിരെയാണ് യുവാവ് മൊഴി നൽകിയത്. കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതക ശ്രമത്തിന് കാരണമെന്ന് പൊള്ളലേറ്റ റിയാസ് മൊഴി നൽകിയിരുന്നു. കൊലപാതക ശ്രമം എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തതും ഒളിവിൽ പോയ പ്രതികളെ അറസ്റ്റ് ചെയ്തതും. ന്യൂസ് ബ്യൂറോ, കുട്ടിയം.